പച്ച നിറത്തിലുള്ള കൈകാലുകളും തവിട്ടും വെള്ളയും ചുവപ്പും ഇടകലർന്ന ശരീരവുമായി ശരിക്കും ഒരു സുന്ദരനും ഒരു സുന്ദരി. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. മനുഷ്യരെത്ര ക്രൂരന്മാരാണല്ലേ, അതിലുപരി സ്വാർത്ഥന്മാർ. ഈ പെസ്റ്റിസൈഡുകൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് തന്നെ മനുഷ്യൻ്റെ ക്രൂരതകൾക്ക് വേണ്ടിയിട്ടാണ്. രാസമായിരുന്നാലും ജൈവമായിരുന്നാലും ഞാനെന്നും ഈ പെസ്റ്റിസൈഡുകൾക്ക് എതിരാണെന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് എന്ന കാരണങ്ങളിലേക്കാണ് ഇന്നത്തെ കാഴ്ചകൾ. ഈ കാഴ്ചകൾ കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക, ഈ കീടനാശിനികൾ നമുക്ക് വേണമോ അതോ വേണ്ടയോ എന്ന്. ഏതായിരുന്നാലും നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഈ കാണുന്നത് എൻ്റെ വീട്ടുമുറ്റത്ത് ഒരു ചെറിയ ബാരലിൽ ഞാൻ നട്ടു വളർത്തുന്ന ഒരു മാവിൻ തൈയാണ്. എൻ്റെ മുൻപിലത്തെ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്ക് ഒരുപക്ഷെ ഇത് സുപരിചിതമായിരിക്കും. ഞാനിവിടെ ഈ ഇലകൾക്കിടയിൽ തേടുന്നത് ഒരു വില്ലനെയാണ്. ഈ മാവിൻ്റെ ഇലകൾ നശിപ്പിക്കാൻ വരുന്ന കുറച്ചേറെ വില്ലന്മാരിൽ ഒരാളെ. പക്ഷേ എൻ്റെ ക്യാമറ കണ്ണുകൾക്ക് അവരെ കണ്ടെത്താൻ ഇച്ചിരി പ്രയാസമായിരുന്നു. എങ്കിലും ഒടുവിൽ ഞാൻ അവരെ കണ്ടുപിടിക്കുക തന്നെ ചെയ്തു. പക്ഷെ കണ്ടുപിടിച്ചപ്പോൾ ഒന്നിനു പകരം രണ്ടുപേർ, ഒരു വില്ലനും ഒരു വില്ലത്തിയും. കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ശങ്ക, ഇനി എൻ്റെ മൊബൈൽ ഫോൺ കണ്ടിട്ട് അവരെങ്ങാനും ദൂരേക്ക് ചാടിപ്പോകുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവരെനിക്ക് വേണ്ടി ഒരുപാട് നേരം പോസ് ചെയ്തു. പച്ച നിറത്തിലുള്ള കൈകാലുകളും തവിട്ടും വെള്ളയും ചുവപ്പും ഇടകലർന്ന ശരീരവുമായി ശരിക്കും ഒരു സുന്ദരനും ഒരു സുന്ദരിയും. അവർ പ്രണയത്തിലായിരുന്നു. അവരുടെ പ്രണയ സല്ലാപത്തിനിടയിലേക്കാണ് ഞാൻ ചെന്ന് കയറിയത്. ഒരൊളിഞ്ഞു നോട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇവർ ഈ ഇലകളിൽ മുട്ടയിടും. ആ മുട്ടകൾക്ക് കേടുപറ്റാതിരിക്കാനായി ഒരു കൂട് പണിയുകയും ചെയ്യും. നമ്മൾ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും സുരക്ഷിതമായി ഇരിക്കാനായിട്ട് വീടുകൾ പണിയുന്നത് പോലെ. ഇത് ശരിക്കും ഒരു കുടുംബമാണ്. അവർ ജീവിക്കാനുള്ള തത്രപ്പാടിലാണ്. നമുക്ക് വീട് പണിയാൻ ഒരു വൻമരം തന്നെ വേണ്ടി വരും. പക്ഷേ ഇവർക്ക് 2-3 ഇലകൾ മതിയാകും. പക്ഷേ അതിനുപോലും നമ്മൾ ഇവരെ സമ്മതിക്കാറില്ല എന്നതാണ് സത്യം. ആ 3 ഇലകൾക്ക് വേണ്ടി നമ്മൾ ഇവരുടെ കൂടുകൾ നശിപ്പിക്കും, അവരുടെ കുഞ്ഞുങ്ങളെ കൊല്ലും. എത്ര സ്വാർത്ഥരാണല്ലേ മനുഷ്യർ. അതെ, ഈ പ്രകൃതി അങ്ങനെയാണ്. ലൂസിഫർ സിനിമയിൽ മോഹൻലാൽ പറയുന്ന വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ഇവിടെ തെറ്റും ശരിയുമൊന്നുമില്ല. വലിയ തെറ്റും ചെറിയ തെറ്റും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഈ വ്യത്യാസം കാരണമാണ് കീടനാശിനികൾ വേണമോ വേണ്ടയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്. ഞാനെല്ലായ്പ്പോഴും ഈ സോപ്പ് വെള്ളത്തിൻ്റെ പുറകെ പോകുന്നതിൻ്റെ കാരണം അതൊരു ചെറിയ തെറ്റായതുകൊണ്ടാണ്. ഈ ജീവികൾ ഇലകളിൽ വന്നിരുന്ന് കൂടുകൂട്ടാനോ അതിൽ കടിക്കാനോ ശ്രമിക്കുമ്പോൾ സോപ്പിൻ്റെ ചവർപ്പും മണവും കാരണം അവർ അതിനെ ഉപേക്ഷിച്ച് മറ്റ് മരങ്ങളിലേക്ക് പോകും. അതാണ് നമ്മളിവിടെ സോപ്പ് വെള്ളം തളിക്കുമ്പോൾ സംഭവിക്കുന്നത്. പക്ഷേ കീടനാശിനികൾ അങ്ങനെയല്ല. അത് തളിക്കപ്പെട്ട ഇലകളിൽ വന്നിരിക്കുമ്പോൾ തന്നെ ഈ അല്പപ്രാണികളായ ജീവികൾ ചത്തുപോകുമെന്നുള്ളതാണ് ശരി. ചെടികളിൽ കൂടുകൂട്ടാൻ വരുന്നവർ മാത്രമല്ല, വെറുതെ വരുന്ന മറ്റ് ജീവികളും ചത്തുപോകും. എന്നുവെച്ചാൽ വെറുതെ പാറിപ്പറന്ന് അതിൽ വന്നിരിക്കുന്ന ചിത്രശലഭങ്ങളും തേനീച്ചകളും തുമ്പികളും പുൽച്ചാടികളും എല്ലാം നശിപ്പിക്കപ്പെടും. ഈ പ്രകൃതി നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഈ കുഞ്ഞു വൈവിധ്യങ്ങളെ, അതിൻ്റെ സൗന്ദര്യത്തെ നശിപ്പിച്ച് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് വലിയ തെറ്റായ കീടനാശിനിയിലേക്ക് ഞാൻ ഒരിക്കലും പോകില്ല എന്നുള്ളതാണ്. അത് രാസമായിരുന്നാലും ജൈവമായിരുന്നാലും ഞാൻ എന്നും ഈ പെസ്റ്റിസൈഡുകൾക്കെതിരാകാനുള്ള കാരണവും ഈ കുഞ്ഞ് ജീവനുകളാണ്. എന്തുകൊണ്ടാണ് ആളുകൾ കീടനാശിനികളിലേക്ക് പോകുന്നത്? സോപ്പ് വെള്ളം ആഴ്ചയിൽ 2 തവണ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ കീടനാശിനികൾ മാസത്തിൽ 1 തവണ ഉപയോഗിച്ചാൽ മതിയാകും. ഈ ഒരു എളുപ്പമാണ് ആളുകളെ ക്രൂരന്മാരാക്കുന്നത്, വലിയ തെറ്റുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അതുമാത്രമല്ല എന്നെനിക്കറിയാം. കാരണം ഈ കാഴ്ചകളിലെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് കണ്ണുകൾ മാത്രം പോരാ, അതിനൊരു ഹൃദയവും ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. കീടനാശിനികളുടെ ഉപയോഗത്തോടെ ഇവരെപ്പോലുള്ള കുറേ കുഞ്ഞു വംശങ്ങൾ തന്നെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ട് കഴിഞ്ഞു. ഇനിയുള്ളതിനെയെങ്കിലും നമുക്ക് വെറുതെ വിടാം. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. വക്കം മുഹമ്മദ് ബഷീർ പറയുന്നത് പോലെ നമ്മളെപ്പോലെ തന്നെ ഇവരും ഈ ഭൂമിയുടെ അവകാശികളാണ്.
ഞാനിതൊക്കെ പറയുമ്പോഴും ഈ പ്രണയ സല്ലാപത്തിനിടയിലും ഇടയ്ക്കിടെ ഇവർ രണ്ടുപേരും തലതിരിച്ച് എന്നെ ഒന്ന് നോക്കാറുണ്ട്. ഇവനിതെന്താണ് ചെയ്യുന്നത് എന്ന് മട്ടിൽ. ഞാനീ പറയുന്നതൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ടോ എന്തോ. ഏതായാലും ഇവരുടെ ഈ സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ ഇനിയും ഇവിടെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ അവരുടെ സ്വച്ഛതയിലേക്ക് വിട്ടുകൊണ്ട് ഈ കാഴ്ചകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ.